ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു മോർണിംഗ് വ്ളോഗാണ് നിങ്ങൾ കാണുന്നത്. രാവിലെ തൊട്ട് ഉച്ചവരെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ഫാദർ കുട്ടി കൂടെ എഴുന്നേറ്റിട്ടുണ്ട്. മുട്ട കണ്ടു കഴിഞ്ഞാൽ ആൾക്കത് എണ്ണി ഇങ്ങനെ നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചിലപ്പോൾ അത് പൊട്ടിക്കുകയും ചെയ്യും. അപ്പം ഇങ്ങനെ 1 2 3 4 ഇങ്ങനെ പറഞ്ഞിട്ട് എനിക്കിങ്ങനെ എണ്ണി കാണിച്ചു തരാണ് കേട്ടോ. അങ്ങനെ മുട്ടയൊക്കെ നമ്മൾ എണ്ണി തിട്ടപ്പെടുത്തി അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിന്ന് പൂരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പൂരി മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ തലേ ദിവസം ഇങ്ങനെ വിചാരിച്ചിരുന്നു പുട്ടും ചെറുപയറുകറിയും കഴിക്കണമെന്ന് കുറേ ദിവസമായി വിചാരിക്കുന്നു. പക്ഷേ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചപ്പോൾ ഇക്ക പറഞ്ഞു പൂരി മുട്ടക്കറി മതിയത്. ശരി, അതുണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളിതാ കുറച്ച് നമ്മുടെ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മൈദ വേണം. മൈദ കുറച്ച് ദിവസമായി വാങ്ങിച്ചിട്ട് അപ്പോൾ ചിലപ്പോൾ അതിലിങ്ങനെ എന്താ പറയുക ഒരു സൈസ് തരി പോലത്തെ സാധനങ്ങളുണ്ടാവും. അപ്പോൾ അതൊന്ന് പോകാൻ വേണ്ടിയിട്ട് അതൊന്ന് അരിച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അങ്ങനെ ഞാൻ എന്തോ എടുക്കാൻ വേണ്ടി അപ്പുറത്തേക്ക് പോയപ്പോഴത്തേക്കും ഇതാ പെണ്ണ് പാത്രത്തിലുള്ള ബാക്കി ഗോതമ്പൊടി മൊത്തം ഇതിലേക്ക് കൊട്ടിയിട്ടുണ്ട്. ഞാൻ മറ്റിൽ റവയും കാര്യങ്ങളൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ പാത്രത്തിൽ. പിന്നെ ഞാൻ കുറേ അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്തെടുത്ത് പൂരി എന്തായാലും കുഴപ്പമില്ല കേട്ടോ, നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉപ്പിട്ടിട്ടുള്ള ഒരു ഇളം ചൂടുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ച് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ തേങ്ങ ഇല്ലാത്ത ഒരു ഈസി മുട്ടക്കറീൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിച്ചു തരുന്നത്. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെ മേളിൽ കുറച്ച് നമ്മുടെ വെളിച്ചെണ്ണയും കൂടിയിട്ടിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഓയിലോ എന്തായാലും കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ചിലപ്പോൾ ഡ്രൈ ആയിട്ട് പോകും. അതുകൊണ്ട് മൂടി വെക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ സവാള തൊളിക്കുന്നുണ്ട്. ആളിതാ വെള്ളത്തിലിട്ട് കഴുകി തരുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഹെൽപ്പൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ അരിയുടെ നേരെ ആയപ്പോഴത്തേക്കും ആൾ മുങ്ങി. കാരണം നന്നായിട്ട് കൈ നീറല്ല കണ്ണെരിയുന്നുണ്ടായിരുന്നു കേട്ടോ സവാള. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പുറത്തേക്ക് മാറിയിരുന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ സവാളയും കാര്യങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. നന്നായിട്ട് തിന്നായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ സവാള. മുട്ടക്കറി മുട്ട റോസ്റ്റല്ല മുട്ടക്കറിയും അല്ല, ആ ഒരു പരിവാണ്. അപ്പോൾ സവാള നന്നായിട്ട് വഴണ്ടി കിട്ടണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നല്ല തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ 2-3 സവാള എടുത്തു. പിന്നെ ഫ്രിഡ്ജിലൊന്നിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാനത് എടുത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു 2 സവാളയാണ് കേട്ടോ എടുത്തത്. പിന്നെ നമ്മൾ ഗ്യാസിൻ്റെ അവിടെ രാവിലെ നല്ല വെയിലാണ് കേട്ടോ. അതുകൊണ്ട് ഗ്യാസ് കത്തുന്നൊന്നും നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല. ജനൽ തുറന്നു കഴിഞ്ഞാൽ നല്ല വെയിലായിരിക്കും. ആ ഒരു 8:30 ടൈമാണ് കേട്ടോ ഇപ്പോൾ ഇത്. അങ്ങനെ ഗ്യാസ് ഓണാക്കിയതാ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ച് നമ്മുടെ സവാളയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ജസ്റ്റ് ഒന്നിങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു വീഡിയോയിനകത്ത് കാണാൻ. ആ ഒരു വെയിലിൻ്റെ ആ ഒരു ഭംഗി നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതും കൂടി ഇട്ടിട്ട് വഴറ്റിയെടുക്കുക. തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ചിക്കൻ മസാല, ഗരം മസാല അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് വെള്ളം വേണ്ട, കുറച്ച് ഒരു ഗ്രേവി പോലെ ആവാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് എത്ര മുട്ട വേണോ അത്ര മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. എനിക്ക് ഇങ്ങനത്തെ മുട്ട കഴിക്കാൻ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ 3 മുട്ട മക്കൾക്കും മിക്കാക്കും മാത്രമാണ് എടുത്തത്. എന്നിട്ട് ഇട്ട വാട ഇളക്കരുത്. അങ്ങനെ തീ കുറച്ചിട്ട് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ആ ഒരു മുട്ടൻ്റെ മേലെ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം, ആ മുട്ടയിലേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് തീ നന്നായിട്ട് കുറച്ചിട്ട് മൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മളെ മുട്ട വെന്ത് കിട്ടും കേട്ടോ. എന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇളക്കാം. പിന്നെ ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം, എരിവ് കുറവാണെങ്കിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അതൊക്കെ ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. പൂരി ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ അടിപൊളിയാണ്. മുട്ട പുഴുങ്ങിയിട്ടൊന്നും സമയം കളയാതെ എളുപ്പത്തിൽ ഉണ്ടാക്കാം കേട്ടോ. പിന്നെ ഫൈനലി ഇതിൻ്റെ മേലെ കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കൊടുത്താൽ നല്ല അടിപൊളിയാണ്. പക്ഷേ തേങ്ങ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് നമ്മൾ തേങ്ങാപ്പാലത്തിൽ കാലം കൂടെ സ്കിപ്പ് ചെയ്തു. പക്ഷേ ഇല്ലെങ്കിലും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ പൂരി ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പുറത്തെ ചായയും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ഫൈസി കുട്ടിയൊക്കെ മദർസ് വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ശനി ഞായറും ഒരു 8:45-9 മണിയൊക്കെ ആവും മദർസ് വിട്ട് എത്തുമ്പോഴത്തേക്കും. അപ്പോഴത്തേക്കും സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ കഴിക്കുന്നില്ല, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പം അധികം കഴിക്കാറില്ല. അതേപോലെ ചപ്പാത്തി ഭൂരി കഴിക്കാറില്ല. പക്ഷേ ഭൂരി കഴിക്കാറില്ല, ചപ്പാത്തി ഇതൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോഴത്തെ വിശപ്പിനനുസരിച്ച് ചിലപ്പോൾ കഴിക്കും, ചിലപ്പോൾ കഴിക്കൂല. അങ്ങനെയൊക്കെയാണ്. കഴിക്കൂലാന്ന് വിചാരിച്ച് ചിലപ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ചിരുന്നു ചിലപ്പോൾ കഴിക്കൂല. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഭൂരിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അവർക്ക് കൊടുത്തോണ്ടിരുന്നു. പിന്നെ ചായയും കൂടി വെച്ചിട്ട് അവർക്ക് കഴിക്കാൻ കൊടുത്തു കേട്ടോ.
അങ്ങനെ ഫാദുക്കുട്ടി ബാക്കി വെച്ചൊരു പൂരി ഉണ്ടായിരുന്നു, അത് ഞാനും കൂടി കഴിച്ചു. ഇനി ഇതാ പാത്രങ്ങൾ കുറേ കഴുകാനുണ്ട്. അപ്പോൾ നമ്മുടെ ഫാദുക്കുട്ടിക്ക് കണ്ണിൽ മരുന്ന് ഒറ്റിക്കാനുണ്ടായിരുന്നു, രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരത്ത് ഒറ്റിക്കണം കേട്ടോ. പിന്നെ ഇത് ഈ ഒരു ഓയിൽമെൻറ്റും തേച്ച് കൊടുക്കണം. പിന്നെ ഒരു ആൻറ്റിബയോട്ടിക് കുടിക്കാനുണ്ട് കേട്ടോ, നമ്മുടെ പാരസിറ്റാമോൾ ഡ്രോപ്പ്. അപ്പോൾ അതൊക്കെ കൊടുക്കണമായിരുന്നു. പിന്നെ കുട്ടിക്ക് ചുമയുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു ചുമൻ്റെ ആ ഒരു സിറപ്പാണ് ഓനെടുത്ത് കുടിക്കുന്നത് കേട്ടോ. ഫാദുക്കുട്ടിക്ക് മരുന്ന് കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ മരുന്ന് ഇങ്ങനെ ഒറ്റിക്കുന്നത് ഭയങ്കര ഇതാണ് കേട്ടോ. നീർന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്, നമുക്ക് അറിയില്ലല്ലോ. പിന്നെ ഓയിൽമെൻറ്റ് തേക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, കണ്ണിൻ്റെ പുറത്തും പിന്നെ കുറച്ച് കണ്ണിൻ്റെ ഉള്ളിലൊക്കെ തേക്കുകയാണ് ചെയ്യൽ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാ കിച്ചണിൽ വന്നപ്പോൾ അത് അവസ്ഥ കണ്ടില്ല, ആകെ നിരന്ന് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ പാത്രം ഒന്ന് വേഗം ഒന്ന് കഴുകി കഴിഞ്ഞിട്ട് വേണം തിരുമ്പാൻ. അപ്പോഴത്തേക്കും ഒരു 9 മണിയൊക്കെ കഴിഞ്ഞ് 10 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേഗം ഇതൊക്കെ ഒന്ന് ഒതുക്കി പറക്കി വെച്ചിട്ട് വേണം നമുക്ക് വേഗം പോയിട്ട് തിരുമ്പാൻ. കാരണം 10 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ല 11 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരുമ്പാൻ പറ്റില്ല, കാരണം നല്ല വെയിലായിരിക്കും. പിന്നെ ഉച്ച കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ, നല്ല മഴയാണ്. അപ്പോൾ രാവിലെ തിരുമ്പാൽ ഉച്ചയാകുമ്പോഴത്തേക്കും ഏറെക്കുറെയൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടുള്ളൂ. അപ്പോൾ അതാ വേഗം പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ് കേട്ടോ. അങ്ങനെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയതാ, കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ ക്ലീൻ ആയിട്ടുള്ള കിച്ചൺ കാണാൻ എന്ത് ഭംഗിയാണല്ലേ. അങ്ങനെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒതുക്കി പറിച്ച് വെച്ച ശേഷം പിന്നെ തിരുമ്പാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. കാരണം വെയിൽ നമ്മളെ മതിലിൻ്റെ അപ്പുറത്ത് എത്തിയിട്ടുണ്ട്, കുറച്ച് കഴിഞ്ഞാൽ നമ്മളെ കല്ലിൻ്റെ അവിടെ എത്തും. അങ്ങനെ ഓടി തിരുമ്പലൊക്കെ വന്നു. പിന്നെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ തിരുമ്പാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് വേഗം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേഗം തന്നെ തീയൊക്കെ ഒന്ന് കത്തി പിടിപ്പിച്ചതാ, കത്തി ഇങ്ങനെ വരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പുറത്ത് മീനൊക്കെ ഒന്ന് മീൻകുളമൊക്കെ വൃത്തിയാക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഫൈസിക്കുട്ടി ഫാദുക്കുട്ടിയൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ. ഞാൻ ഇടയ്ക്കൊന്ന് പോയി നോക്കി. അപ്പം ഞാൻ അതിന് നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിത് ചോറും കറിയൊക്കെ വെക്കാൻ ലേറ്റ് ആവുമല്ലോ. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ അപ്പുറത്ത് മീൻ വണ്ടി വന്നപ്പോൾ ഞാനും ഒക്കെ കൂടി പോയിട്ട് മീനൊക്കെ വാങ്ങി വന്നു. ചെമ്പല്ലിയും പിന്നെ കുറച്ച് മാന്തളാണ് കേട്ടോ വാങ്ങിച്ചത്. കറി പാവക്ക വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതുകൊണ്ട് വറുക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ ഇവിടെ തകൃതിയായിട്ട് മീൻകുളമൊക്കെ വൃത്തിയാക്കി മീനൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇക്ക വേഗം മീനൊക്കെ ഒന്ന് നന്നാക്കി തന്നു കേട്ടോ. പിന്നെ ഞാനിതാ പാവക്കക്കറി വെക്കാനും വേണ്ടിയിട്ടുള്ള പാവക്ക എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ചെറിയൊരു പീസ് സവാളയും തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ പരിപ്പ് കുറച്ച് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ നമുക്ക് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറുപയർ കൂടി വെള്ളത്തിലൊന്നും കുതിർത്താൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പാവക്കക്കറിയും ചെറുപയർ ഉപ്പേരിയും ഫസ്റ്റ് വെക്കാനാണ് വിചാരിച്ചത്, പിന്നെയാണ് കേട്ടോ മീൻ വന്നത്. അപ്പോൾ പിന്നെ മീനും കൂടി വാങ്ങിച്ചു. അങ്ങനെ പാവക്ക ഇതേപോലെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞ് ഇതേപോലെ കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇത്രയൊന്നും വേണ്ടായിരുന്നില്ല, ഇതിൻ്റെ പകുതി മതിയായിരുന്നു. പക്ഷെ പിന്നെ അത് പകുതി എടുത്ത് വെച്ചാൽ പിന്നെ അതിങ്ങനെ കേടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ മൊത്തത്തിലെടുത്തു. എത്ര എടുത്താലും ഞാൻ തന്നെ തിന്ന് തീർക്കണം, അതുകൊണ്ട് എനിക്ക് മൊത്തത്തിലിടാൻ ഭയങ്കര മടിയായിരുന്നു. പിന്നെ അത് അതിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പരിപ്പൊന്ന് പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഈ ഒരു പരിപ്പിന് അധികം വേവൊന്നുമില്ല കേട്ടോ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മൾ വെള്ളത്തിൽ കുതിർത്തിയിട്ടില്ല എന്നുണ്ടെങ്കിലും വെന്ത് കിട്ടും. അതുകൊണ്ട് പിന്നെ ടൈമും ഉണ്ടായിരുന്നില്ല കുതിർത്തി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുക്കറിലേക്ക് പരിപ്പും കൂടി പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം, പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും തക്കാളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് നമ്മൾ പരിപ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് തേങ്ങ അരക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് അരച്ചാൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. വറുക്കുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളകും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോഴത്തേക്കും വെള്ളം ഒന്ന് ചൂടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരി ഇതാ അതിൻ്റെ ഇടയിൽ ഇതാ കഴുകി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയിൽ മീൻ പൊരിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതാ ഒരു 2 ചെമ്പല്ലി ഉണ്ട്, പിന്നെ കുറച്ച് മാന്തളാണ് കേട്ടോ. മാന്തൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വറുത്തപ്പോൾ. അപ്പോൾ ഇതാ അതിലേക്ക് മസാലയും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ട് 2 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് നേരം മസാല ഒന്നും ഇട്ട് വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് അത്രയൊക്കെ തന്നെ മസാല ഇട്ട് വെച്ചിട്ടുള്ളൂ. അതാ ഓരോന്നായിട്ട് ഇതാ ഇങ്ങനെ പൊരിക്കാൻ വേണ്ടിയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ഇതിന് മുന്നേ ഈ ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മളെ കറി ഒന്ന് കടുക് കൂടി പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പാവക്കക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. നമ്മളെ പരിപ്പും സവാളയും തക്കാളിയൊക്കെ നമ്മൾ കുക്കറിൽ വേവിച്ചല്ലോ. വെന്ത് കഴിഞ്ഞാൽ അതിൽ അത് ജസ്റ്റ് അങ്ങനെ ഉടച്ചു കൊടുക്കുക കേട്ടോ. ഉടച്ചു കൊടുത്തിട്ട് പാവക്ക വെളിച്ചെണ്ണയിൽ ഒന്ന് വാട്ടിയെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പരിപ്പിൻ്റെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. പിന്നെ എന്താ ചെറുപയർ ഒരു 3-4 വിസിൽ വന്നപ്പോൾ ഞാൻ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ സംഭവം വെന്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ചെറുപയർ വെക്കാൻ എനിക്ക് എപ്പോഴും അളവ് ശരിക്കും അറിയില്ല കേട്ടോ. ചിലപ്പോൾ വെള്ളം കൂടും, ചിലപ്പോൾ വെള്ളം കുറയും. ഈ പ്രാവശ്യം വെള്ളം പാകമായിരുന്നു, പക്ഷെ വെന്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ തീ കുറച്ച് വെച്ചിട്ട് ഒരു 2 വിസിലും കൂടി വേവിച്ചപ്പോഴാണ് കറക്റ്റായിട്ട് ചെറുപയർ വെന്ത് വന്നത്. വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെറുപയർ ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ വെന്ത് പോയി കഴിഞ്ഞാലും രസം ഉണ്ടാവില്ല, പായസം പോലെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കാൻ കേട്ടോ. അങ്ങനെ നമ്മൾ ചെറുപയറൊക്കെ വെന്തു. പിന്നെ കറിയൊക്കെ ഇക്കാണ് കേട്ടോ കടുക് പൊട്ടിച്ചെന്നത്. അതുകൊണ്ടാണ് ആ ജസ്റ്റ് വീഡിയോ ഒന്നും എടുക്കാത്ത. കാരണം ഡ്രസ്സ്
ഷർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ ആ വീഡിയോ ഒക്കെ കട്ട് ചെയ്താണ്. പിന്നെ ചെറുപയർ നമ്മളെ വെളിച്ചെണ്ണയും എന്താ പറയുക, വെളിച്ചെണ്ണയിൽ ചെറുവള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും ഉണക്കമുളകൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ ചെറുപയറും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ഇക്കാൾക്ക് ചെറുപയർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇതാ ഇളക്കി കൊണ്ടിരിക്കുമ്പോൾ കൈയും കൊണ്ട് വരുന്നത് കേട്ടോ. പിന്നെ ഇതാ നമ്മളെല്ലാവരും ഇന്ന് താഴെ ഇരുന്നിട്ടാണ് കേട്ടോ കഴിച്ചിട്ട്. കുറേ നാളായിട്ട് നമ്മൾ ഇതേപോലെ താഴെ ഇരുന്ന് എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചിട്ട്, അല്ലെങ്കിൽ ഇക്കും കുട്ടികളൊക്കെ അവിടെയും. പിന്നെ ഞാൻ അപ്പം കഴിക്കാറില്ല, ഞാൻ പിന്നെ പാത്രമൊക്കെ കൈ ഒക്കെ ഒന്ന് ശരിയാക്കിയ ശേഷമാണ് കഴിക്കാറുള്ളത്. എല്ലാവരും പോയി കിടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുട്ടികളെ കുറഞ്ഞ ശേഷം ഞാൻ അടുക്കളയിൽ വന്നത് ടപ്പേന്ന് പറഞ്ഞ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടു കേട്ടോ. പാത്രങ്ങളൊക്കെ കഴുകാതെ അങ്ങനെ പോയി കിടന്നാണ്. ഫാദർ കുട്ടീനെ കൊണ്ട് ഉറക്കാമെന്ന് വിചാരിച്ചു. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവൾ ഉറങ്ങും. അവൾ ഉറങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ അവളെ കൂടെ പോയി കിടക്കണം കേട്ടോ. അങ്ങനെ ഞാനും കൂടി പോയി കിടന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ കിടന്നു കഴിഞ്ഞാൽ അപ്പം ഉറക്കം വരും. അതായത് ചോറും കൂടി കഴിച്ചല്ലേ, അതുകൊണ്ട് കിടന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഉറക്കം വരും. ഒരു മണിയൊക്കെ ആയപ്പോഴാണ് കിടന്നിട്ടുണ്ട്. 1:30 ആയിട്ടുണ്ടാവും കേട്ടോ ചോറ് കഴിച്ച് കിടന്നപ്പോൾ. അങ്ങനെ ഞാനൊരു 2 മണിയാകുമ്പോഴത്തേക്ക് എഴുന്നേറ്റു. നല്ല ഉറങ്ങി വന്നു കേട്ടോ. ഞാൻ എന്തോരം ഉറങ്ങും ഞങ്ങളൊരു ചാടി നീച്ചു. ഞാനിവരെ ഉറക്കിയിട്ട് വരാമെന്നുള്ള ഒരു പ്ലാനിലായിരുന്നു. പക്ഷെ കുറച്ചങ്ങോട്ട് ഉറങ്ങിപ്പോയി. പിന്നെ മന്ദപ്പിൽ കുറച്ച് നേരം ഇരുന്ന് പറഞ്ഞ് കുറച്ച് നേരം 2 മിനിറ്റ് ഫോണൊക്കെ ഒന്ന് നോണ്ടിയ ശേഷം പിന്നെയാണ് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചത് കേട്ടോ. പാത്രങ്ങളൊക്കെ കഴുകി ഇതാ വേഗം ഒന്ന് ഉള്ളൊക്കെ ഒന്ന് അടിച്ചു വരികയാണ്. ഉള്ളും അടിച്ചു വരിയിട്ടുണ്ടായിരുന്നില്ല രാവിലെ സമയം. പിന്നെ ഇവരെല്ലാവരും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ അടിച്ചു വരുന്നതിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ട് ഓടലും ഇങ്ങോട്ട് ഓടലൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ പൊടി ഇങ്ങനെ ചവിട്ടി പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ അടിച്ചു വാരിയ സ്ഥലത്ത് കൂടെ ഒക്കെ ആക്കും. അപ്പോൾ അതിനൊക്കെ ഭയങ്കര ഉള്ളൊരു പരിപാടിയാണ് കേട്ടോ, അടിച്ചു വരിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ എല്ലാവരും ഉറങ്ങിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മനസ്സമാധാനത്തോടെ ക്ലീനായിട്ട് നമുക്ക് മെല്ലെ ചെയ്യാമല്ലോ. അങ്ങനെ ഇതാ റൂമും ഹോളും എല്ലാം ഒന്ന് അടിച്ചു വരികയാണ്. പിന്നെ ഇവർ കിടക്കുന്ന ഈ റൂമും മാത്രം അടിച്ചു വരില്ല കേട്ടോ, കാരണം അവിടേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാവരും നിൽക്കും. പിന്നെ ഇക്ക താഴെ ബെഡിട്ടിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ പിന്നെ അടിച്ചു വരാനും പറ്റില്ല. അടിച്ചു വരണമെങ്കിൽ എന്തായാലും ബെഡ് മാറ്റണമല്ലോ. താഴെ ബെഡിട്ടിട്ട് ഇക്കും പിന്നെ മേലെ ബെഡിൽ കുട്ടികളാണ് കേട്ടോ കിടക്കുന്നത്. അങ്ങനെ ഇപ്പുറത്തെ റൂമിൽ വന്നപ്പോൾ അതിൽ തുണികൾ കുറേ ഉണ്ടായിരുന്നു. കാരണം ഇന്ന് വെയിലൊക്കെ ഉണ്ടായതുകൊണ്ട് ഇന്നലത്തെ തുണികളൊക്കെ ഒന്ന് ഉണക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെക്കുകയാണ് കേട്ടോ. അത് മടക്കി വെച്ച ശേഷം അടിച്ചു വരാമെന്ന് വിചാരിച്ചു. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അത് വൈകുന്നേരമാവും മടക്കി വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മടക്കി വെക്കുന്നതിൻ്റെ ഇടയിൽ ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അട്ടപ്പാടിന്. അങ്ങനെ അത് കുറച്ച് നേരമൊക്കെ അങ്ങനെ മടക്കി വെക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ സംസാരിച്ചു. അപ്പോൾ ഇപ്പോൾ വരുന്നുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിലപ്പോൾ ഇന്ന് വൈകുന്നേരത്ത് ഇപ്പോൾ വരും കേട്ടോ. ചിലപ്പോൾ മഴ ചെയ്തുകൊണ്ട് ചിലപ്പോൾ പറയും നാളെ വരാമെന്നും പറയും. അങ്ങനെ പിന്നെ ഇതാ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരാൾ കരയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഉറക്കമൊക്കെ കഴിഞ്ഞ് ഒരാൾ നീച്ച് വന്നു കേട്ടോ. അങ്ങനെ അവളോട് ഞാൻ പറഞ്ഞു അത് ഉപ്പിച്ച് ഇപ്പം വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവളും പിന്നെ ഉപ്പാനോട് കുറച്ച് നേരമൊക്കെ വർത്താനം പറഞ്ഞു. പിന്നെ തുണികളും കാര്യങ്ങളൊക്കെ ഒന്ന് മടക്കി വെച്ചു കേട്ടോ. അപ്പോഴൊക്കെ നല്ല വെയിലായിരുന്നു. ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പൊരിഞ്ഞ മഴയായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു പുതപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് കുടഞ്ഞിട്ട് അവിടെ തന്നെ വിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു പഴയ ബെഡാണ് കേട്ടോ, നമ്മുടെ കല്യാണത്തിനൊക്കെ മുന്നേ ഉള്ളൊരു ബെഡാണ്. അതിൻ്റെ അപ്പുറത്തെ പഞ്ഞിയും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. എന്നാലും നമുക്ക് മാറ്റണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ തൽക്കാലം അതിൻ്റെ മേലെ ഇങ്ങനെ ഷീറ്റിട്ട് കിടക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ വരുമ്പോൾ മാത്രമേ ഇവിടെ കിടക്കാറുള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ വെച്ചിട്ട് പുതപ്പൊക്കെ ഒന്ന് വിരിച്ചിട്ട് റൂമും ഇതാ ഒക്കെ ഒന്ന് അടിച്ചു വരെ എടുക്കാണ് കേട്ടോ. അപ്പം ഞാൻ മേലെയും കൂടി ഒന്ന് അടിച്ചു വരാമെന്ന് വിചാരിച്ചു. കുറേ ദിവസമായി മേലെ അടിച്ചു വരാമെന്ന് ഇങ്ങനെ വിചാരിക്കണം. അടിച്ചു വരി കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ ഓർമ്മ വരിക. പിന്നെ അടിച്ചു വരെ പിന്നെയും താഴത്ത് കൂടെ എന്തായാലും പൊടിയൊക്കെ ആവും. അപ്പോൾ പിന്നെ മടിയായിരിക്കും. അപ്പോൾ പിന്നെ എന്തായാലും ഇവിടെ എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു സമയമുണ്ടല്ലോ, അപ്പോൾ എന്തായാലും കൂടെ അടിച്ചു വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ മേലെ ഒന്ന് തട്ടിക്കുട്ടി അടിച്ചു വരിട്ടോ. മേലെ മുളകൊക്കെ ഇപ്പോൾ വെയിലത്തിടുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ കുറച്ച് പൊടിയും പിന്നെ കുറച്ച് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ടു. അങ്ങനെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞു. പിന്നെ ഒന്ന് വേഗം തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ഇന്നലെ ഞാനൊന്നും തുടച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് എന്തായാലും തുടയ്ക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം ഇങ്ങനെ ഉള്ളിൽ ചെളിയൊക്കെ ആവാറുണ്ട് എപ്പോഴും. മുറ്റത്തുനിന്ന് ഇങ്ങനെ ചവിട്ടി കയറ്റുന്ന ആ ഒരു ചെടിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എപ്പോഴും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലായിടും ഒന്ന് നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യം കുറച്ച് വെള്ളം കൂടുതലിട്ടിട്ടും പിന്നെ ഒന്ന് നന്നായിട്ട് മുറുക്കി പിന്നിട്ട് അങ്ങനെ നന്നായിട്ടൊന്ന് ക്ലീനായിട്ട് തുടച്ചെടുത്തു കേട്ടോ. എന്നിട്ട് വേണം ഇനി പോയിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ കഴുകി വെച്ച പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കണം. അപ്പോൾ ഇന്നത്തെ പണികളൊക്കെ ഇതാ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലത്തെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മളെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം അത് ജസ്റ്റ് ഒന്ന് കമൻറ്റും കൂടി ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ഇൻഷാല്ലാ. ടാറ്റാ ബൈ ബൈ, സീ യു, ലവ് യു ഓൾ.